ഇന്ന് നമ്മളുള്ളത് ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ നമ്മൾ സ്ട്രോബെറി പറിക്കാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ജർമ്മനിയിലുള്ള ഒരു സാധാരണ സ്ട്രോബെറി ഫാം. വളരെ വിശാലമായ ഈ സ്ട്രോബെറി ഫാമിൽ ആവശ്യാനുസരണം പറിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ സ്ട്രോബെറികൾ വിളഞ്ഞു കിടക്കുന്നു. ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. ആവശ്യത്തിനുള്ള സ്ട്രോബെറി പറിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം, ഒപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം. വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സ്ട്രോബെറിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു പാത്രം അവർ തരും. അഥവാ ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബാഗ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പറിച്ചിട്ട് കൊണ്ടുപോകാം. പക്ഷേ നമ്മൾ പറിച്ചെടുക്കുന്ന അത്രയും സ്ട്രോബെറികൾ അവിടെ കൗണ്ടറിൽ കൊണ്ടുപോയി തൂക്കി നോക്കുകയും തൂക്കത്തിന് അനുസരിച്ച് ഒരു ചെറിയ പേയ്മെൻറ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് ഫാമിലിയായിട്ട് ഒരുപാട് വ്യക്തികൾ ഇവിടെ കടന്നു വരികയും അവരുടെ കുട്ടികളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ആവശ്യാനുസരണം പഴങ്ങൾ പറിച്ചു കഴിക്കുകയും ഇഷ്ടമുള്ള സ്ട്രോബെറികൾ ഓടിച്ചെന്ന് ഇഷ്ടാനുസരണം പറിച്ചെടുത്ത് അവർ വളരെയധികം ആനന്ദകരമായിട്ടാണ് ഈ ഒരു തോട്ടത്തിലേക്ക് വരുന്നത്. വ്യത്യസ്തമായ ഒരു ബിസിനസ് ആശയമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇതുപോലെ പോയി പഴങ്ങൾ പറിച്ചു കഴിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. എല്ലാവരും അവരുടെ ഫാമുകളിൽ ഇല്ലെങ്കിൽ പച്ചക്കറിത്തോട്ടങ്ങളിൽ പൂന്തോട്ടങ്ങളിൽ മറ്റുള്ളവരെ കയറുവാൻ അനുവദിക്കാത്തപ്പോൾ ഇവിടെ ധാരാളം ആളുകൾ ദിവസേന വന്ന് പഴങ്ങൾ പറിച്ച് ഭക്ഷിക്കുകയും അതുപോലെ തന്നെ പഴങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹരം നൽകുന്ന ഒരു വ്യത്യസ്ത അനുഭവമാണ് ഈ ഫാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴവർഗ്ഗങ്ങൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെയില്ല. കടകളിൽ ലഭിക്കുന്ന വിവിധ നിറമുള്ള മണമുള്ള പല ആകൃതിയിലുള്ള പഴവർഗ്ഗങ്ങൾ പ്രകൃതി കനിഞ്ഞു നൽകുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ നാം പലപ്പോഴും കടകളിൽ അഥവാ മാർക്കറ്റുകളിൽ കാണുന്ന പഴവർഗ്ഗങ്ങൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നമുക്ക് വലിയ അറിവൊന്നുമില്ല. അത് നമുക്ക് കൃഷി ചെയ്യുവാൻ കഴിയുന്നുമില്ല. എന്നാൽ മറ്റൊരാൾ ചെയ്ത കൃഷിയിടത്ത് നമ്മളെ കയറാൻ അനുവദിക്കുകയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ വ്യത്യസ്തമായ ഒരു സ്ട്രോബെറി ഫാമാണ് ഇന്ന് നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും കടയിൽ ലഭിക്കുന്ന സ്ട്രോബെറിയേക്കാൾ ഈ സ്ഥലത്ത് നേരിട്ട് പോയി പറിച്ചെടുത്ത് നമുക്കിഷ്ടമുള്ള സ്ട്രോബെറി കണ്ട് മനസ്സിലാക്കി അതിൻ്റെ വലിപ്പവും അതിൻ്റെ കളറുമൊക്കെ മനസ്സിലാക്കി പറിച്ചെടുക്കുന്നത് ഒരു വളരെ രസകരമായ അനുഭവമാണ്. പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം അവർക്കിഷ്ടമുള്ള ഓടിച്ചെന്നവർക്ക് ആവശ്യാനുസരണം പറിച്ചെടുത്ത് കഴിക്കാനും വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ കഴിയുന്നത് ഒരു വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. കടകളിൽ ലഭിക്കുന്ന പഴവർഗ്ഗങ്ങൾ കേടാകാതിരിക്കാൻ ഒരുപക്ഷെങ്കിൽ ഫ്രിഡ്ജിനകത്തോ അതുപോലെയുള്ള ഏതെങ്കിലും സംവിധാനത്തിലായിരിക്കാം കാത്തു സൂക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ആ ചെടിയിൽ നിന്ന് തന്നെ നേരിട്ട് പറിച്ചെടുക്കാനുള്ളൊരു അവസരം ലഭിക്കുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് അവർ ഓടി നടന്ന് വളരെ സന്തോഷത്തോടുകൂടെ എൻജോയ് ചെയ്ത് അത് പറിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കാണുന്ന മാതാപിതാക്കൾക്കും സന്തോഷമുണ്ടാകും. നമ്മുടെ സ്വന്തമല്ല എങ്കിൽ പോലും സ്വന്തം പോലെ നമുക്ക് അവിടെ നിന്നും ഇഷ്ടാനുസരണം ആവശ്യമുള്ള സ്ട്രോബെറികൾ പറിച്ചെടുക്കാൻ സാധിക്കുന്നത് ഒരു വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്.
കിട്ടിയേക്കുന്നത്. ഇനിയും നമുക്ക് പോവാം. ബൈ ബൈ.